എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പാർട്ട് 2 മലയാളം പേപ്പറാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം അടിസ്ഥാനമാക്കി 91 മുതൽ 95 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതൊരു കവിതയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് പാടി മനസ്സിലാക്കാം. കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം. അവൾക്കാണേ നർദ്ധദേശം സ്വതന്ത്ര സൗധം, അവൾക്കാണീ വജ്രഹാരം വിശിഷ്ടവസ്ത്രം. വിനോദത്താൽ മതം കൊണ്ട മഹാരാജാവിൻ വിളംബര ചെണ്ട ദിക്കിൻ ചുമർ പൊട്ടിച്ചു. തുടികൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി, തലസ്ഥാനം പെൺമിടുക്കിൻ വരക്കം കാത്തു. പുരുഷാരമാർത്തിരമ്പി പേമഴ ചെയ്തു, ഒരുത്തിയും വരത്തില്ലെന്നടക്കം കൊണ്ടു. കുടത്തിൽ വാളുയർത്തിയ കരിന്തേളിന്റെ വിശക്കോളിൽ നീലവാനം പുകഞ്ഞു കണ്ടു. അടിമപ്പെണ്ണൊരുവൾ വന്നടുത്തു നിന്നു, കുടത്തിന്മേൽ വലം കൈവച്ചുറച്ചു നിന്നു. പതുക്കെ നീൾ വിരൽ നീട്ടി ഘടാകാശത്തിൽ പരതുന്നു, തേളടങ്ങിയൊതുങ്ങിയിടുന്നു. ഇവളുമെൻ ദുർവിധി പോൽ കുടത്തിനുള്ളിൽ കുടുങ്ങിയോളാണിവളെ തൊടില്ലെന്താഹം. കനകനാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കരിന്തേളാ പൂവിരലിൽ നിദ്ര കൊള്ളുന്നു. അടിമപ്പെണ്ണിന്റെ ദേശം വസന്തവംശം, കരിന്തേളാ പതാകയിൽ അശോകചക്രം. ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നാം ഉത്തരമായി എഴുതേണ്ടത്. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. 91ാമത്തെ ചോദ്യം, കരിന്തേൾ ആ പെണ്ണിനെ കുത്താതിരുന്നത് എന്തുകൊണ്ടാണ്? കരിന്തേൾ ആ പെണ്ണിനെ കുത്താതിരുന്നത് എന്തുകൊണ്ടാണ്? എ, അവളും തന്നെ പോലെ അടിമയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട്. ബി, അവൾ ഉറപ്പുള്ളവളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. സി, രാജാവിന്റെ അഹന്ത ജയിക്കരുത് എന്ന് കരുതി. ഡി, പുരുഷാരത്തിന്റെ ആഗ്രഹം നടക്കരുത് എന്ന് ചിന്തിച്ച്. എ ആണ് ഉത്തരം. അവളും തന്നെ പോലെ അടിമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്. എ ആണ് ഉത്തരം. 92ാമത്തെ ചോദ്യം, രാജാവ് മതം കൊണ്ടതെങ്ങനെ? രാജാവ് മതം കൊണ്ടതെങ്ങനെ? എ, ധനത്താൽ. ബി, അധികാരത്താൽ. സി, വിനോദത്താൽ. ഡി, കീർത്തിയാൽ. സി ആണ് ഉത്തരം, വിനോദത്താൽ. രാജാവ് മതം കൊണ്ടത് വിനോദത്താലാണ്. സി ആണ് ഉത്തരം. 93ാമത്തെ ചോദ്യം, വരക്കം എന്ന പദത്തിന് സന്ദർഭത്തിലെ അർത്ഥം എന്ത്? വരക്കം എന്ന പദത്തിന് സന്ദർഭത്തിലെ അർത്ഥം എന്ത്? ഈ കവിതയിൽ ഇപ്പോ വരക്കം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എ, ശ്രേഷ്ഠം. ബി, വന്നുചേരൽ. സി, മടക്കം. ഡി, വരാതിരിക്കൽ. ബി ആണ് ഉത്തരം, വന്നുചേരൽ. വരക്കം എന്ന പദത്തിന് ഈ കവിതയിലെ അർത്ഥം വന്നുചേരൽ എന്നാണ്. ബി ആണ് ഉത്തരം. 94, ദിക്കിൻ ചുമർ പൊട്ടിച്ചു എന്നതിന്റെ ആശയം എന്ത്? ദിക്കിൻ ചുമർ പൊട്ടിച്ചു എന്നതിന്റെ ആശയം എന്ത്? കവിതയിലുള്ള ഒരു ഭാഗമാണിത്. ദിക്കിൻ ചുമർ പൊട്ടിച്ചു. അതിന്റെ ആശയം എന്താണ്? എ, എല്ലാ ദിക്കും കടന്നുപോയി. ബി, ദിക്കുകളുടെ ചുമരില്ലാതായി. സി, ദിക്കുകൾ ചെണ്ട തകർത്തു. ഡി, ദിക്കുകൾ ചുരുങ്ങി. എ ആണ് ഉത്തരം.
എല്ലാ ദിക്കും കടന്നുപോയി. ദിക്കിൻ ചുമർ പൊട്ടിച്ചു എന്നതിന്റെ ആശയം എല്ലാ ദിക്കും കടന്നുപോയി എന്നാണ്. എ ആണ് ഉത്തരം. 95. ഘടാകാശം എന്നാൽ ഡാഷ്. ഘടാകാശം എന്നാൽ ഡാഷ്. കവിതയിലെ ഒരു വാക്കാണ് ഘടാകാശം. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ഘടം പോലുള്ള ആകാശം, ബി ഘടത്തിലെ ആകാശം, സി ഘടത്തിന്റെ ആകാശം, ഡി ഘടവും ആകാശവും. ബി ആണ് ഉത്തരം, ഘടത്തിലെ ആകാശം. ഘടാകാശം എന്നാൽ ഘടത്തിലെ ആകാശമാണ്. ബി ആണ് ഉത്തരം. 96. ഇത് ഒരു കവിതയിലെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ആരുടേതാണ് ഈ വരികൾ? എ ഇടശ്ശേരി, ബി വൈലോപ്പിള്ളി, സി അക്കിത്തം, ഡി ചങ്ങമ്പുഴ. എ ആണ് ഉത്തരം, ഇടശ്ശേരിയുടേതാണ്. ഇടശ്ശേരിയുടെ വരികളാണ് ഇത്. 97. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി കരുതപ്പെടുന്ന കൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി കരുതപ്പെടുന്ന കൃതി ഏതാണ്? എ കണ്ണുനീർ തുള്ളി, ബി മലയവിലാസം, സി നളിനി, ഡി മഗ്ദലന മറിയം. ബി ആണ് ഉത്തരം, മലയവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി കരുതപ്പെടുന്ന കൃതി മലയവിലാസമാണ്. ബി ആണ് ഉത്തരം. 98. ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന വരികളിൽ താളവ്യത്യാസമുള്ളവ ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന വരികളിൽ താളവ്യത്യാസമുള്ളവ ഏതാണ്? എ നമുക്കൊന്ന് പാടി നോക്കാം. അശ്രുവാൽ കടൽ തീർത്തോരാദിമ കവി പാടി, അദ്രിയ മഹർഷി തന്നാശ്രമവാടം പൂകി. ഇനി ബി പാടി നോക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. സി പാടാം. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നൻ, പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. ഡി നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർ. അത് അങ്ങനെ പാടിക്കൂടാ. അപ്പൊ അതിനാണ് താളവ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഡി ആണ് ഉത്തരം. 99. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അവർക്ക് പച്ച തൊടാൻ കഴിഞ്ഞില്ല. പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അവർക്ക് പച്ച തൊടാൻ കഴിഞ്ഞില്ല. പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത്? ആരും വിജയിച്ചില്ല, ബി കുറച്ചുപേരെ ജയിച്ചുള്ളൂ, സി അധികാരത്തിലെത്താൻ ആവശ്യമായത് ലഭിച്ചില്ല, ഡി തുടക്കം നന്നായില്ല. എ ആണ് ഉത്തരം, ആരും ജയിച്ചില്ല. പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ആരും വിജയിച്ചില്ല എന്നാണ്. എ ആണ് ശരിയായ ഓപ്ഷൻ. 100. ചോദ്യം. ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ പൊരുൾ എന്താണ്? ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ പൊരുൾ എന്താണ്? എ ഉണ്ടതിന് ശേഷം കുളിക്കാൻ പാടില്ല, ബി ഉണ്ണുന്നതിന് മുമ്പ് കുളിക്കണം, സി ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത്, ഡി ഉണ്ണുന്നതിന് വേണ്ടി മാത്രം കുളിക്കരുത്. സി ആണ് ഉത്തരം, ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത്. ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ പൊരുൾ ഭക്ഷണത്തിന് വേണ്ടി എല്ലാം ധൂർത്തടിക്കരുത് എന്നാണ്. സി ആണ് ഉത്തരം. 101. അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്? അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗം ഏത്? എ ശരിയായ ഉച്ചാരണ പരിശീലനം നൽകണം, ബി
ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനും അവസരം നൽകണം. സി. തെറ്റുകൾ അപ്പപ്പോൾ തിരുത്തണം. ഡി. അക്ഷരത്തെറ്റുകളാണ് ഭാഷയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് ബോധ്യപ്പെടുത്തണം. ബി ആണ് ഉത്തരം. ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനും അവസരം നൽകണം. അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗം ശരിയായ മാതൃകകൾ കാണാനും കേൾക്കാനും അവസരം നൽകലാണ്. ബി ആണ് ശരിയായ ഉത്തരം. 102ാമത്തെ ചോദ്യം. ഇത് നമ്മൾ സൈക്കോളജിയിൽ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വൈഗോട്സ്കി വിളിക്കുന്നത് എന്താണ്? വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വൈഗോട്സ്കി വിളിക്കുന്നത് എന്താണ്? എ. പഠിതാവിന് സ്വന്തം കഴിവുകൊണ്ട് എത്തിച്ചേരാവുന്ന നില. ബി. അധ്യാപികയെ അനുകരിക്കുന്നതിലൂടെ പഠിതാവ് എത്തിച്ചേരുന്ന നില. അധ്യാപികയെ അനുകരിക്കുന്നതിലൂടെ പഠിതാവ് എത്തിച്ചേരുന്ന നില. സി. പഠന വസ്തു ആവർത്തിച്ചു ഉറപ്പിക്കുന്നതിലൂടെ നേടാവുന്ന നില. ഡി. സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലക്കും പരസഹായത്താൽ എത്താവുന്ന ഉയർന്ന നിലക്കും ഇടക്കുള്ള മണ്ഡലം. ഡി ആണ് ഉത്തരം. വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വൈഗോട്സ്കി വിളിച്ചത് സ്വന്തം പ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലക്കും പരസഹായത്താൽ എത്താവുന്ന ഉയർന്ന നിലക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ്. നമ്മൾ സൈക്കോളജിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്താദ് യൂട്യൂബ് ചാനലിലെ സൈക്കോളജി എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഇതൊക്കെ സംബന്ധമായ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും സാധിക്കും. 103. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ കൊള്ളുന്നു എന്ന പദം അനുപ്രയോഗമായിരിക്കുന്നത് ഏതിലാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ കൊള്ളുന്നു എന്ന പദം അനുപ്രയോഗമായിരിക്കുന്നത് ഏതിലാണ്? എ. കുട്ടികൾ വെറുതെ വെയില് കൊള്ളുന്നു. ബി. കൊള്ളുന്നവൻ അറിഞ്ഞില്ലെങ്കിലും കൊടുക്കുന്നവൻ അറിയണം. സി. നല്ല വാക്കുകളെ ഉപയോഗിക്കാവൂ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ഡി. അപേക്ഷ കൊള്ളാനും തള്ളാനും അയാൾക്ക് അധികാരമുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് കൊള്ളുന്നു എന്ന പദം അനുപ്രയോഗമായിരിക്കുന്നത് ഏതിലാണ് എന്നാണ്. അപ്പൊ എന്താണ് അനുപ്രയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെ അനുപ്രയോഗം എന്ന് പറയുന്നു. അപ്പൊ കൊള്ളുന്നു എന്ന വാക്കിന് ഒരു യഥാർത്ഥ അർത്ഥമുണ്ട്. ആ രീതിയിലല്ലാതെ കൊള്ളുന്നു എന്ന വാക്ക് പ്രയോഗിക്കുകയാണ് അനുപ്രയോഗത്തിൽ ചെയ്യുന്നത്. ഉദാഹരണം താഴെ നൽകിയിട്ടുണ്ട്. പറഞ്ഞു. പറഞ്ഞു എന്നതിലേക്ക് പോയി എന്നുകൂടി ചേർക്കുന്നു. പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എവിടെയെങ്കിലും പോകുന്നതിനെയാണ് പോയി എന്ന് നമ്മൾ പറയുക. പക്ഷെ ഇവിടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി എന്നത് ആ അർത്ഥത്തിലാണോ പ്രയോഗിക്കുന്നത്? അല്ല. അവിടെ ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിച്ചതാണ്. അപേക്ഷിച്ചു. അപേക്ഷിച്ചു കൊള്ളുന്നു. അവിടെ കൊള്ളുന്നു എന്ന വാക്കിന് അർത്ഥം കൊള്ളുക, ശരീരത്തിൽ കൊള്ളുക എന്നതാണോ? അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നതാണോ? അങ്ങനെയൊന്നുമല്ല. അതിന് പ്രത്യേകിച്ചൊരു മീനിങ് അവിടെ ഇല്ല. അതൊരു അപ്രധാനമായ ക്രിയയാണത്. ആ രീതിയിൽ ഇവിടെ എവിടെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്? കുട്ടികൾ വെറുതെ വെയിൽ കൊള്ളുന്നു. കൊള്ളുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ കൊടുക്കുന്നവൻ അറിയണം. നല്ല വാക്കുകളെ ഉപയോഗിക്കാവൂ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ഈ അപേക്ഷിച്ചു കൊള്ളുന്നു എന്നത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സി ആണ് ഉത്തരം. ബാക്കിയുള്ളവയെല്ലാം കൊള്ളുന്നു എന്നതിന് യഥാർത്ഥ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറയുന്നതിൽ ആ അർത്ഥത്തിലല്ല കൊള്ളുന്നു പ്രയോഗിച്ചിരിക്കുന്നത്. അപേക്ഷിച്ചു എന്ന ആ ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിച്ച അപ്രധാന ക്രിയയാണ് ഇവിടെ കൊള്ളുന്നു എന്നത്. അതുകൊണ്ട് സി ആണ് ഉത്തരം. 104. ഒരേ വാക്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ പറയുമ്പോൾ അവയെ വേർതിരിച്ചു കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ഒരേ വാക്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ പറയുമ്പോൾ
അവയെ വേർതിരിച്ചു കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് എ അല്പവിരാമം, ബി അർദ്ധവിരാമം, സി പൂർണ്ണവിരാമം, ഡി വിക്ഷേപിണി. ബി ആണ് ഉത്തരം, അർദ്ധവിരാമം. ഒരേ വാക്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവയെ വേർതിരിച്ചു കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം അർദ്ധവിരാമമാണ്. ബി ആണ് ഉത്തരം. 105. നന്മണി എന്ന പദം സന്ധി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നന്മണി എന്ന പദം സന്ധി പിരിച്ചെഴുതുന്നത് എങ്ങനെ? എ നൽ പ്ലസ് മണി, ബി നൻ പ്ലസ് മണി, സി നന്മ പ്ലസ് മണി, ഡി നല് പ്ലസ് മണി. എ ആണ് ഉത്തരം, നൽ പ്ലസ് മണി. എ ആണ് ശരിയായ ഉത്തരം. 106. ഇതും നമ്മൾ സൈക്കോളജിയിൽ പഠിച്ച ഒരു ചോദ്യമാണ്. കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ് എന്നതിനോട് ചേരാത്ത പ്രവർത്തനം ഏതാണ്? കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ് എന്നതിനോട് ചേരാത്ത പ്രവർത്തനം ഏതാണ്? എ പഠിതാവിനെ കൊണ്ടു തന്നെ പ്രവർത്തനം പൂർത്തീകരിപ്പിക്കുക, ബി ആലോചനയുടെ ദിശ തിരിച്ചുവിടാൻ ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക, സി സൂചനകളും ഉദാഹരണങ്ങളും നൽകുക, ഡി പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുക. ഡി ആണ് ഉത്തരം. അധ്യാപിക സ്വയം ചെയ്തു കാണിച്ചു കൊടുക്കുന്നതിനെ സ്കഫോൾഡിംഗ് എന്ന് പറയില്ല. ഒരു കൈത്താങ് കൊടുക്കലാണ് സ്കഫോൾഡിംഗ്. പഠിതാവിനെ കൊണ്ട് തന്നെ പ്രവർത്തനം പൂർത്തീകരിപ്പിക്കുക, ആലോചനയുടെ ദിശ തിരിച്ചുവിടാൻ ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക, സൂചനകളും ഉദാഹരണങ്ങളും നൽകുക, ഇവയൊക്കെ സ്കഫോൾഡിംഗിൽ പെട്ടതാണ്. അതിനോട് ചേരാത്തതാണ് അധ്യാപിക പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുക. പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് സ്കഫോൾഡിംഗിൽ പെടുകയില്ല, അതിനോട് ചേരാത്ത പ്രവർത്തനമാണ്. 107. നോം ചോംസ്കിയുടെ ഭാഷാർജന സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തത് ഏതാണ്? നോം ചോംസ്കിയുടെ ഭാഷാർജന സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തത് ഏതാണ്? എ ജന്മസിദ്ധമായ ഒരു ഭാഷാഘടകം എല്ലാവരിലുമുണ്ട്, ബി കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക എന്നീ ക്രമത്തിലാണ് ഭാഷ പഠിപ്പിക്കേണ്ടത്, സി ഭാഷാർജനം ബോധപൂർവമായ ഒരു പ്രക്രിയ ആകണമെന്നില്ല, ഡി സ്വന്തം ഭാഷാ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് സ്വന്തം ഭാഷ ഉരുത്തിരിച്ചെടുക്കുന്നു. ഇതിൽ ബി ആണ് നോം ചോംസ്കിയുടെ ഭാഷാർജന സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തത്. കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക എന്നീ ക്രമത്തിലാണ് ഭാഷ പഠിപ്പിക്കേണ്ടത് എന്നത് നോം ചോംസ്കിയുടെ ഭാഷാർജന സിദ്ധാന്തങ്ങളോട് യോജിക്കുന്നതല്ല. ജന്മസിദ്ധമായ ഒരു ഭാഷാഘടകം എല്ലാവരിലുമുണ്ട്, ഭാഷാർജനം ബോധപൂർവമായ പ്രക്രിയ ആകണമെന്നില്ല, സ്വന്തം ഭാഷാ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് സ്വന്തം ഭാഷ ഉരുത്തിരിച്ചെടുക്കുന്നു. ഇവയെല്ലാമാണ് നോം ചോംസ്കി പറഞ്ഞത്. ബി അതിൽ പെടുകയില്ല. ബി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇതും നമ്മൾ സൈക്കോളജിയിൽ പഠിച്ച ഭാഗമാണ്. സൈക്കോളജിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് ഈ പാർട്ട് 2-ൽ പോലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടറ്റ് പരീക്ഷയിലെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിൽ സൈക്കോളജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ 30ഓളം ക്ലാസുകൾ തന്നെ സൈക്കോളജി സംബന്ധമായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞകാല വർഷങ്ങളിൽ വന്നിട്ടുള്ള കേട്ടറ്റ് പരീക്ഷയുടെ സൈക്കോളജി ചോദ്യങ്ങളുടെ പരിപൂർണമായ വിശകലനവും നമ്മുടെ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. 108. നല്ല അധ്യാപിക ആരായിരിക്കണം? നല്ല അധ്യാപിക ആരായിരിക്കണം? എ കുട്ടികളെക്കാൾ വളരെയധികം ബുദ്ധിശക്തിയും അറിവും ഉള്ളയാൾ, ബി കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നയാൾ, സി പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന വ്യക്തി, ഡി കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയും ആകുന്ന ആൾ. ഡി ആണ് ഉത്തരം. ഒരു നല്ല അധ്യാപിക
കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയും ആകുന്ന ആളായിരിക്കണം. ഡി ആണ് ഉത്തരം. 109. പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? എ. നോവൽ, ബി. നാടകം, സി. സന്ദേശകാവ്യം, ഡി. സാഹിത്യ നിരൂപണം. എ ആണ് ഉത്തരം, നോവൽ. പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം നോവലാണ്. എ ആണ് ഉത്തരം. 110. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യമേത്? എ. ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധയായ സ്ത്രീക്ക് കഴിഞ്ഞിരുന്നു. ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധയായ സ്ത്രീക്ക് കഴിഞ്ഞിരുന്നു. ബി. ഓരോ വ്യക്തിയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധക്ക് കഴിഞ്ഞിരുന്നു. ഓരോ വ്യക്തിയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധക്ക് കഴിഞ്ഞിരുന്നു. സി. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധക്ക് കഴിഞ്ഞിരുന്നു. ഡി. ഓരോരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധയായ സ്ത്രീക്ക് കഴിഞ്ഞിരുന്നു. ഇവിടെ ഓരോ എന്ന വാക്ക് പ്രയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. ഓരോ എന്ന പദം പ്രയോഗിക്കുമ്പോൾ അതിനുശേഷം ബഹുവചനമാണോ ഏകവചനമാണോ പ്രയോഗിക്കേണ്ടത് എന്നൊരു പ്രശ്നമുണ്ട്. ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തി എന്നാണോ പറയേണ്ടത്? സി ആണ് ഇവിടെ ഉത്തരം. ഓരോ വ്യക്തിയുടെയും എന്നാണ് പറയേണ്ടത്. ഓരോ വ്യക്തികളുടെയും എന്ന് പറയാൻ പാടില്ല. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് വൃദ്ധയായ സ്ത്രീ എന്ന് പറയേണ്ടതില്ല. വൃദ്ധ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയാണ്, അല്ലെങ്കിൽ ആണാണെങ്കിൽ വൃദ്ധൻ എന്നാണല്ലോ പറയുക. അതുകൊണ്ട് വൃദ്ധ എന്ന് പറഞ്ഞാൽ മതി. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധക്ക് കഴിഞ്ഞിരുന്നു. സി ആണ് ഉത്തരം. 111. കുട്ടിക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുട്ടിക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ. ശക്തമായ ആവശ്യബോധം ഉണർത്തൽ, ബി. വായിച്ചു വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യപ്പെടൽ, സി. ജിജ്ഞാസ ഉണർത്തൽ, ഡി. കണ്ടെത്തലിന്റെ വായനാനുഭവം പ്രദാനം ചെയ്യൽ. അധ്യാപിക ചെയ്യേണ്ടതില്ലാത്ത കാര്യമാണ്. വായിച്ചു വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യപ്പെടലാണ് ഉത്തരം. ബി ആണ് ഉത്തരം. ബാക്കിയെല്ലാം അധ്യാപിക ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ശക്തമായ ആവശ്യബോധം കുട്ടിയിൽ ഉണർത്തണം, ജിജ്ഞാസ ഉണർത്തണം, കണ്ടെത്തലിന്റെ വായനാനുഭവം പ്രദാനം ചെയ്യണം. ബി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അധ്യാപിക ചെയ്യേണ്ടതില്ലാത്ത കാര്യം ബി ആണ്. 112ാമത്തെ ചോദ്യം. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ ആരാണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ ആരാണ്? സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ. ബ്രൂണർ, ബി. വൈഗോഡ്സ്കി, സി. പിയാഷെ, ഡി. വില്യം ബ്ലൂം. ബി ആണ് ഉത്തരം. വൈഗോഡ്സ്കിയാണ്. ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ വിഗോഡ്സ്കി അല്ലെങ്കിൽ വൈഗോഡ്സ്കി ആണ്. ബി ആണ് ഉത്തരം. 113. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണമെന്ത്? ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആദ്യം എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ശാരീരികവും മാനസികമായും ഒക്കെ വൈകല്യമുള്ള കുട്ടികളെയും കൂടി സാധാരണ കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കുന്നതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് സാധാരണ കുട്ടികളുടെ കൂടെ തന്നെ ഈ കുട്ടികളെയും ഇരുത്തുന്നത്? അതാണ് ചോദ്യം. മറ്റുള്ള കുട്ടികളെ കണ്ടു പഠിക്കാൻ കഴിയുന്നു. ബി. സാമൂഹികീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ കഴിയുന്നു. സി. പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നു.
ഡി എല്ലാ കുട്ടികളെയും ഒരേ നിലവാരത്തിൽ എത്തിക്കാൻ കഴിയുന്നു. ബി ആണ് ഉത്തരം. സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ കഴിയുന്നു. സമൂഹവുമായിട്ട് ഇടപഴകാനുള്ള നല്ല ഒരു പ്രാപ്തി അതുവഴി ഇത്തരം കുട്ടികൾക്ക് ഉണ്ടായിത്തീരും. അത് അവർക്ക് വേണ്ടി മാത്രമായി സ്കൂളുകൾ സ്ഥാപിച്ച് നടത്തുകയാണെങ്കിൽ പൊതുസമൂഹവുമായി ഇഴുകിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കേണ്ടി വരും. ആ പ്രശ്നം ഇതുവഴി ഇല്ലാതാക്കാം. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണം. 114-ാമത്തെ ചോദ്യം. കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന സവിശേഷത എന്താണ്? കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന സവിശേഷത എന്താണ്? കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾവി ശക്തി കുറഞ്ഞ കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്നാണ് ചോദ്യം. എ. ദൃശ്യാനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്. ബി. ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നത്. ശബ്ദാനുകരണ പരിശീലനം നൽകുന്നത്. അവർക്ക് മാത്രമായുള്ള ക്ലാസ് മുറികളും പഠനോപകരണങ്ങളും നൽകുന്നത്. എ ആണ് ഉത്തരം. ദൃശ്യാനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്. കേൾക്കാൻ കഴിയില്ല, അപ്പോൾ കാഴ്ച അഥവാ കണ്ണിനെ കൂടുതൽ ഉപയോഗിക്കുക, ദൃശ്യാനുഭവങ്ങൾക്ക് അവസരം നൽകുക, അതാണ് വേണ്ടത്. എ ആണ് ശരിയായ ഉത്തരം. 115. ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? എ. മൗനവായന. ബി. നാടകീകരണം. സി. മൈമിംഗ്. ഡി. റോൾ പ്ലേ. എ ആണ് ഉത്തരം. മൗനവായന. മൗനവായന ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ല. എ ആണ് ഉത്തരം. മൗനവായന. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ ഒരു വലിയ പാരഗ്രാഫ് നൽകിയിരിക്കുകയാണ്. അത് മൊത്തം വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇത്തരം കോംപ്രിഹെൻഷൻ സംബന്ധമായ ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഒരുപക്ഷെ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോട് നമുക്ക് വ്യക്തിപരമായി യോജിപ്പുണ്ടാവണം എന്നില്ല. പക്ഷേ ഈ പാരഗ്രാഫിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ആ ചോദ്യങ്ങൾക്ക് നാം ഉത്തരമായി എഴുതേണ്ടത്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളിൽ പലർക്കും പറ്റാറുള്ള തെറ്റ് അതാണ്. ഈ പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നാം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാടുള്ളൂ. നമുക്കിത് വായിച്ചു നോക്കാം. സംസ്കൃതത്തിലെ കു എന്ന പദത്തിൽ നിന്നാണ് കവി എന്ന പദത്തിന്റെ നിഷ്പത്തി. കു എന്നാൽ ശബ്ദിക്കുന്നവൻ, എഴുതുന്നവനല്ല. എഴുത്തു വരുന്നതിന് മുമ്പ് വായിൽ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് നടന്നവൻ. സമൂഹത്തിന്റെ സ്വത്തായ പാട്ടുകൾ പാടി നടന്നവനാകാം. അവന്റെ പാട്ടായിരുന്നു കവിത. പ്രാചീന ജനസമൂഹങ്ങളിൽ ഇത്തരം പാട്ടുകാരായ കവികൾ ഊരുചുറ്റിയിരുന്നു. പ്രാചീന ഭാരതത്തിലെ സൂതന്മാർ കഥകൾ പറഞ്ഞും പാടിയും സമൂഹ മനസ്സിനെ പ്രേരിപ്പിക്കുന്നവർ ആണ്, നയിച്ചിരുന്നവരാണ്. സൂതൻ കുതിരകളെ തെളിക്കുന്ന സാരഥി മാത്രമായിരുന്നില്ല, സമൂഹ കഥ പാടിയിരുന്ന ഗായക കവികൾ കൂടിയായിരുന്നു. വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരായ ലവകുശന്മാർ രാമപുത്രന്മാരായിരുന്നു എങ്കിലും രാമായണ കഥകൾ പാടി നടക്കുന്ന, സൂതകർമ്മം നിർവഹിക്കുന്ന ഗായകർ കൂടിയാണ്. മഹാഭാരതവും ഇതുപോലെ ശൗനകൻ ആരംഭിച്ച സത്രത്തിൽ വന്നെത്തുന്ന സൂതൻ പാടുന്ന കഥാഖ്യാനമാണ്. കു, കവി, കവിത, കാവ്യം തുടങ്ങിയവ സംസ്കൃത പദങ്ങളാണ്. അവക്കു സമാനമായ ദ്രാവിഡ പ്രയോഗങ്ങളാണ് പാടൽ, പാട്ടുകാരൻ, പാട്ട് എന്നീ പദങ്ങൾ. നാമം അഥവാ രാമ, ലിംഗം അഥവാ അൻ, വചനം അഥവാ മാർ, വിഭക്തി അഥവാ ഉടേ, രാമന്മാരുടെ എന്നിവയെല്ലാം കൂടി അരഞ്ഞു ചേർന്ന് ഒറ്റ ശബ്ദമായി നിൽക്കുന്ന രാമായണം രീതിയാണ് സംസ്കൃതത്തിൽ. എന്നാൽ ദ്രാവിഡ ഭാഷയിൽ ചങ്ങലയിലെ കണ്ണികൾ പോലെ അവയെ ഒന്നിനു പിറകെ ഒന്നായി തുടർന്നു ചേർക്കുന്നു. രാമ, അൻ, മാർ, ഉടേ.
അതുകൊണ്ട് കർക്കശമായ വ്യാകരണ നിയമങ്ങളും കാവ്യശാസ്ത്ര വൃത്തശാസ്ത്ര നിയമങ്ങളുമാണ് സംസ്കൃത ഭാഷയിലുള്ളത്. എന്നാൽ ദ്രാവിഡത്തിൽ മലയാളത്തിൽ വ്യവസ്ഥകൾ ശിഥിലമാണ്. പ്രയോഗസാധുതയാണ് ശരി. ഒന്നിനു പകരം മറ്റൊന്ന് പ്രയോഗിക്കാം. വീടിനു പിറകിൽ എന്നതിനു പകരം വീടിന്റെ പുറകിൽ എന്നും ആകാം. വീടിനു പുറകിൽ എന്നത് ഉദ്ദേശിക വിഭക്തിയാണ്. വീടിന്റെ പുറകിൽ എന്നത് സംബന്ധിക വിഭക്തിയാണ്. ഇത് രണ്ടുമാകാം. പദങ്ങൾ, പ്രയോഗങ്ങൾ എന്നിവ ആവർത്തിച്ചു വരാം. എന്നാൽ സംസ്കൃതത്തിൽ പദങ്ങളോ പ്രയോഗങ്ങളോ ആവർത്തിച്ചാൽ അവ പൗനരുക്തി എന്ന കാവ്യദോഷമാകും. സംസ്കൃത സ്വാധീനം വർദ്ധിച്ചതോടെ പാട്ട് എന്ന ദ്രാവിഡ പദവും സാഹിത്യരൂപവും തരം താണവരുടെ കവിതയായി. ലീലാതിലകത്തിലും അധ്യായത്തിന്റെ പുറംപോക്കിലാണ് പാട്ടിനെ നിർവചിക്കുന്നത്. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ എന്ന അവസ്ഥ. എങ്കിലും മലയാള സാഹിത്യത്തിലെ കാവ്യശാഖകൾ പാട്ടുകളാണ്. കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, പാന അഥവാ ഭദ്രകാളിപ്പാട്ട് എന്നിങ്ങനെ. ക്രമേണ പാട്ടുകാരൻ പോയി, കവി രംഗം കീഴടക്കി. ഇനി ആ പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. 116ാമത്തെ ചോദ്യം. പാടുന്നവനായിരുന്നു കവി എന്ന് ലേഖകൻ പറയുന്നതിന് അടിസ്ഥാനം എന്ത്? പാടുന്നവനായിരുന്നു കവി എന്ന് ലേഖകൻ പറയുന്നതിന് അടിസ്ഥാനം എന്ത്? എ. സമൂഹത്തിന്റെ പാട്ടായിരുന്നു കവിത എന്നതുകൊണ്ട്. ബി. എഴുത്ത് ഇല്ലാതിരുന്നത് കൊണ്ട്. സി. കു എന്ന ശബ്ദത്തിൽ നിന്നാണ് കവി എന്ന വാക്ക് ഉണ്ടായത്. ഡി. അന്ന് പാടുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. സി ആണ് ഉത്തരം. കു എന്ന ശബ്ദത്തിൽ നിന്നാണ് കവി എന്ന വാക്കുണ്ടായത്. കു എന്ന ശബ്ദത്തിൽ നിന്നാണ് കവി എന്ന വാക്കുണ്ടായത്. സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. പാട്ട് എന്ന ദ്രാവിഡ പദവും സാഹിത്യരൂപവും തരം താണവരുടേതായത് എങ്ങനെ? പാട്ട് എന്ന ദ്രാവിഡ പദവും സാഹിത്യരൂപവും തരം താണവരുടേതായത് എങ്ങനെ? എ. കർക്കശമായ കാവ്യശാസ്ത്ര നിയമ വ്യവസ്ഥകൾ ഇല്ലാതായപ്പോൾ. ബി. വരമൊഴി പ്രാബല്യത്തിലായപ്പോൾ. സി. പ്രയോഗസാധുതയാണ് ശരി എന്ന് വന്നപ്പോൾ. ഡി. സംസ്കൃതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ. ഡി ആണ് ഉത്തരം. സംസ്കൃതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ. സംസ്കൃതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോഴാണ് പാട്ട് എന്ന ദ്രാവിഡ പദവും സാഹിത്യരൂപവും തരം താണവരുടേതായി മാറിയത്. 118ാമത്തെ ചോദ്യം. എന്താണ് പൗനരുക്തി എന്ന കാവ്യദോഷം? എന്താണ് പൗനരുക്തി എന്ന കാവ്യദോഷം? എ. പദങ്ങളോ പ്രയോഗങ്ങളോ ആവർത്തിക്കുന്നത്. ബി. പദങ്ങളെയും പ്രയോഗങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി ചേർക്കുന്നത്. സി. വ്യവസ്ഥകൾ ശിഥിലമാകുന്നത്. ഡി. വിഭക്തി പ്രത്യയങ്ങൾ വ്യത്യസ്തങ്ങൾ ആകുന്നത്. എ ആണ് ഉത്തരം. പദങ്ങളോ പ്രയോഗങ്ങളോ ആവർത്തിക്കുന്നത്. പദങ്ങളോ പ്രയോഗങ്ങളോ ആവർത്തിക്കുന്നതാണ് പൗനരുക്തി എന്ന കാവ്യദോഷം. എ ആണ് ഉത്തരം. 119ാം ചോദ്യം. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ. ഈ വരികൾ ഏത് കൃതിയിലുള്ളതാണ്? അത് നമ്മുടെ പാരഗ്രാഫിൽ ഇല്ല. നമുക്ക് അത് സംബന്ധമായ വിവരമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ. ഈ വരികൾ ഏത് കൃതിയിലുള്ളതാണ്? എ. ദുരവസ്ഥ. ബി. ചണ്ഡാല ഭിക്ഷുകി. സി. പ്രരോദനം. ഡി. നളിനി. ഉത്തരം ബി ആണ്. ചണ്ഡാല ഭിക്ഷുകി. ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയിലാണ് ഈ വരികൾ ഉള്ളത്. 120ാം ചോദ്യം. പ്രാചീന സമൂഹങ്ങളിൽ ഊരു ചുറ്റിയിരുന്ന പാട്ടുകാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? പ്രാചീന സമൂഹങ്ങളിൽ ഊരു ചുറ്റിയിരുന്ന പാട്ടുകാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? എ. സമൂഹ ഗായകർ. ബി. സൂതർ. സി. തേരാളി. ഡി. കവി. ബി ആണ് ഉത്തരം. സൂതർ. പ്രാചീന സമൂഹങ്ങളിൽ ഊരു ചുറ്റിയിരുന്ന പാട്ടുകാർ അറിയപ്പെട്ടിരുന്നത് സൂതർ എന്നാണ്. ബി ആണ് ഉത്തരം.